ചേകനൂര് പറമ്പ് വൃത്തിയാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ കൂടെ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 17 സ്ഥലം നമ്മളെ കയ്യിൽ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. എന്റെ പൊന്നുമക്കളെ, നിങ്ങളോട് പറയാന് ഹോസ്പിറ്റല്, കോളേജ്, വില്ല പ്രൊജക്ട്, വീടുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ 2 ഏക്കറും 17 സെന്റ് സ്ഥലം. മുറിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ്. 1 സെന്റിന് 1 ലക്ഷം റുപ്യ വെച്ചിട്ടാണ് ചോദിക്കണമെങ്കിലും നെഗോഷ്യബിൾ ആണ്. അതിൽ ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ മുറിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വൈയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, മാന്യമായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് കൂടും. വേറൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഭാഗത്താണ്. എന്ന് വെച്ചാൽ എടപ്പാളിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പരിധിയിലാണ് ഒരു പൊന്നുമക്കളെ ചേകന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം അടുത്തായിട്ടാണ് നമ്മളെ മലബാർ ഡെന്റൽ കോളേജ്, അത് മാത്രമല്ല MES കോളേജ്, ഓഡിറ്റോറിയങ്ങൾ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിക്കുക. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കച്ചവടാക്കൂലേ. പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യണേ. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണെങ്കിലോ ഫോളോ ചെയ്തിട്ട് ബട്ട് അക്കൗണ്ട് വെക്കണം. എവിടെ? നിങ്ങളെ ഹൃദയത്തിനകത്ത് നമ്മളെ അക്കൗണ്ട് വെക്കണം എന്നാണ് നമ്മൾ പറയണത്. അത് നിങ്ങൾ മറക്കരുതേ. ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സ്ഥലത്തിനോടുള്ള അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. കാരണം നിങ്ങൾ ഡയറക്റ്റ് ബന്ധപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചില്ലറ പൈസ കുറഞ്ഞ് കിട്ടും. പിന്നെ ബ്രോക്കർമാരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം ഞാൻ നേരിട്ടിട്ട് സംസാരിച്ച് വിടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട്. 94 96 51 0870. അതിൻ്റെ അനിയൻ്റെ നമ്പറാണ്, അക്ബർ അലി എന്ന് പറയും. പിന്നെ എൻ്റെ പെങ്ങളെ മോനുണ്ട് ആരിസ്, ഓൻ്റെ നമ്പർ കൂടി ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. 70 12 49 85 വീണ്ടും 85 ലാസ്റ്റ് 5. ഓൻ്റെ പേര് ആരിസ് എന്ന്. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ നമ്പർ ഏതായാലും ഞാനിതിൽ കൊടുക്കണില്ല. കാരണം നിങ്ങൾ വിളിച്ചാൽ ഞാൻ എടുക്കുകയും ചെയ്യലില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം ഞാൻ അവിടെ ബോംബെയിൽ തെങ്ങ് കയറുന്ന സംഭവമല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ പലരും ഫോൺ കോൾ വരുമ്പോൾ പിന്നെ ഒക്കെപ്പാടെ പേടി. കാരണം അല്ലെങ്കിൽ തെങ്ങുമ്പോൾ തേങ്ങ വീണും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നാട്ടിലാണ് നിൽക്കണേ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും മനസ്സിന് സമാധാനമില്ല. കാരണം നമ്മൾ കോൺട്രാക്ട് എടുത്തിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പൈസ കൊണ്ടുപോയി കെട്ടിയിട്ട് ആൾക്കാരെ തലമുക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതും വല്ലാത്തൊരു പ്രശ്നം. അപ്പം ഞാനിങ്ങനെ എൻ്റെ നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കായിയാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം അതിലിങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കും. കാരണം പലയിടത്തുനിന്നും ഫോൺ കോൾ വരുന്നതാണ്. അവിടെ തെങ്ങ് കയറാണ്ട് ഇവിടെ ഇതുണ്ട് പറ്റും. അപ്പോൾ തന്നെ കയ്യും കാലും വറക്കുക. കാരണം ഫോൺ കോളിട്ട് വരുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊരു പേടിയാണ്. കാരണം ഒക്കെ എന്താണ്, എവിടെ നിന്നാണ് ഈ അപകടം പിടിച്ച വല്ല സ്ഥലത്തു നിന്നാണോ പോകാൻ വരുന്നതെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ നമ്പറൊന്നും തരാത്തത്. വേറെ നിങ്ങൾ വിചാരിക്കരുത്. അനിയന്മാരുടെ നമ്പറും പെങ്ങളെ മോൻ്റെ നമ്പറും കൂടി ഞാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിളിച്ചോളി. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താം, സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കൊണ്ട് വെക്കുകയാണ്. നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയണ്ടേ, ചേകനൂർ സ്ഥലം അങ്ങനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ പോയി എടുത്തോളിട്ടാ. കാരണം എന്ന് വെച്ചാൽ ചില സ്ഥലത്തൊക്കെ ഭൂമിക്കൊക്കെ നല്ല വിലയാണ്. ഒരു സെൻറ്റിന് ചിലപ്പോൾ 5 ലക്ഷം ഉണ്ടാവും, 3 ലക്ഷം ഉണ്ടാവും, 4 ലക്ഷം ഉണ്ടാവും, 2 ലക്ഷം ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചേകനൂർ ഞങ്ങളിപ്പോൾ സ്ഥലം കൊടുക്കാനുള്ള കാരണം എന്താ പറയുക, അതും കൂടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം എന്താ പറയുക, ഇതൊക്കെ ഉപ്പാടെ സ്ഥലമാണ്. അപ്പോൾ ആ ഉപ്പാക്ക് ഇവിടെ മറവഞ്ചേരിയിൽ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് ആ മുതലിപ്പോൾ അങ്ങനെ കൊടുക്കണത്. അല്ല ഇപ്പോൾ ഞങ്ങളിവിടെ 4 ആൺകുട്ടികളുണ്ട്, 4 പെങ്ങന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ 4 പെങ്ങന്മാരും പലയിടത്തും വീടും കാര്യങ്ങളൊക്കെ വെച്ച് അവരെല്ലാം അവർക്ക് ഒരു വിധം അയക്കണേ. ഇപ്പം ഞാനും വീട് വെച്ചിക്കണേ. എൻ്റെ അനിയന്മാർ 3 ആളും പലയിടത്തും വീട് വെച്ചിക്കണേ മറവഞ്ചേരിയിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സ്ഥലം അവിടെ അങ്ങനെ കെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായ പ്രയാസം കൊണ്ടാണ് ഇപ്പോൾ ആ ചേകനൂർ സ്ഥലം ഞങ്ങൾ കൊടുക്കണത്. അതല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ കൊടുക്കൂല. കാരണം ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നല്ല സുഖമായിട്ട് പെരേറ്റി ഉണ്ടാവും. അവിടെ ചുറ്റുഭാഗം സർവ്വ ആൾക്കാരുണ്ട്. ഉമ്മാൻ്റെ കുടുംബക്കാരും അവിടെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭൂമിയുള്ളവരാണ്. ഉമ്മാക്ക് 2 ഏക്കർ സ്ഥലം കൊടുത്ത പോലെ ഉമ്മാക്ക് 4 ഏടത്തിയോളാണ്, 3 ഏടത്തി അഞ്ചത്തിയോളൊക്കെ ആയിട്ട് 4 പേരുണ്ട്. പിന്നെ ഉമ്മയുടെ ആങ്ങളാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി വെള്ളിപ്പ 2 ഏക്കർ സ്ഥലം കൊടുത്തതാണ്. അപ്പോൾ അവരൊക്കെ ഇത് വിറ്റിട്ട്
അവരൊക്കെ വിറ്റിക്കണം. അതിൽ ഒരു മൂത്തമ്മ വിറ്റിട്ടില്ല. ആ മൂത്തമ്മയുടെ സ്ഥലം അവിടെ വീണ്ടും 2 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മയും വിറ്റിട്ടില്ല. ബാക്കി ഉമ്മാൻ്റെ 2 പേര് എടുത്തി അഞ്ചത്തുള്ള 2 പേര് വിറ്റിക്കണം. അപ്പോൾ അവരെ വിറ്റിട്ട് അതിലൊക്കെ എല്ലാവരും വീട് വെച്ചിരിക്കണം, സർവ്വ ആൾക്കാർ. പിന്നെ മൂത്തമ്മക്കും അവർക്കൊക്കെ സ്ഥലം അവിടെ ഉണ്ട്, അതിലൊക്കെ അവരും വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുറ്റുഭാഗം വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് 20 സെൻറ്റ് സ്ഥലം ചോദിച്ചാലും കൊടുക്കുകയും സെൻറ്റിന് 1 ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത്. ഇനി നിങ്ങൾ വന്നിട്ടൊന്ന് ഉമ്മായിട്ടും ഒന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും കയ്യിൽ ചെറിയൊരു കുറവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തരാം, അതുകൊണ്ടാണ് ഞങ്ങളവിടെ വീടെടുക്കാത്തത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം എന്താ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പടെ അന്ന് ഉണ്ടാക്കി ഇപ്പോൾ പോയിട്ട് നയിച്ചുണ്ടാക്കിയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെയൊക്കെ ഞങ്ങൾക്ക് അവിടെ പെരേറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സംഭവം അവിടെ പെരേറ്റതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അവിടെ പറമ്പ് കംപ്ലീറ്റ് വൃത്തിയാക്കിയത്, ആ വൃത്തിയാക്കിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറച്ച് ദിവസം മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട്. ഇത് ഞാൻ ഇന്നാൾ വീഡിയോ എടുത്ത് വിട്ടത്, അത് ഞാൻ ഇവിടെ കുളം ഉണ്ടാക്കിയതാണ്. എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി പണികൾ ഇനി തീർത്തില്ല. അത് കംപ്ലീറ്റ് 4 ഭാഗത്തും ചതുരത്തിൽ കല്ല് കെട്ടിപ്പടുക്കണം. കെട്ടിപ്പടുത്തിട്ട് പിന്നെ അവിടെയാണ് പിന്നെ വീട് അങ്ങോട്ട് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇറങ്ങാനും മക്കൾക്ക് കുളിക്കാനും ഇതൊക്കെ ഞാൻ അടുത്ത പാടാണ്. ഇനി ഇതിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ബോംബ് ഒഴിവാക്കി വരുന്ന സമയത്ത് ഇതൊക്കെ എൻ്റെ സ്ഥലം തന്നെ കേട്ടോ. അന്നുള്ള വീഡിയോ എടുത്ത് വിട്ടതാണ്. അതിൻ്റെ അനിയൻ കൊണ്ടെടുക്കണം കംപ്ലീറ്റ് വായൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഓനിക്ക് നാട്ടിൽ നിൽക്കണം, എന്തെങ്കിലും കിട്ടിക്കൊണ്ടിട്ട് ഇത് കുറച്ച് പൈസ ചിലവാക്കിയിട്ട് എന്നാലും ചിലവാക്കിയതാണ്. നല്ലൊരു ചതുരത്തിൽ നല്ല അടിപൊളി കുളം ഉണ്ടാക്കും ഞാൻ. എന്നിട്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വിട്ടുതരാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുളിക്കുക, എപ്പോഴെങ്കിലും കുളിക്കാൻ തോന്നുന്ന വെച്ചാൽ ഇവിടുന്ന് വരിക, മക്കളൊക്കെ ഇവിടെ വന്ന് ഇതിന് ചാടി കുളിക്കുക, അതൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇനിയിവിടെ ഇതൊക്കെ ഈ സ്ഥലം പാടെടുത്തിടാനുള്ള കാരണം എന്താ അറിയാം, ഇതേമാതിരി ഇനി ബോംബ് ഒഴിവാക്കി വരുന്ന സമയത്ത് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു കുടുംബത്തിൽ ഇരുന്നിട്ടെങ്കിൽ ഒരു 10 ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടിയതാണ്. ഇതിൻ്റെ പെങ്ങളെ സ്ഥലം കേട്ടോ, 25 സെൻറ്റ് സ്ഥലം ഞാൻ എടുത്തതാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അത്യാവശ്യം വരണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, ഞാൻ തറവാട്ടിൽ വിടാം. അപ്പോൾ നിങ്ങൾ ചേകനൂർ സ്ഥലം ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തോളി. ആരെങ്കിലും വീടെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ പൈസ കിട്ടും. അല്ലെങ്കിൽ ഭൂമിക്ക് നല്ല സ്വർണ്ണത്തിൻ്റെ വില. ഈ പറഞ്ഞ എന്നെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങാറായാലും ഞാൻ എന്താ ചെയ്യുക, ഇത് ഈ പറഞ്ഞതല്ലാതെ പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ.